ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഡിറ്റർമിനൻ്റ് എന്ന് പറയുന്ന ടോപ്പിക്കാണ്. അതായത് ഒരു മെട്രിക്സിൻ്റെ ഡിറ്റർമിനൻ്റ് എങ്ങനെ കണ്ടുപിടിക്കാം എന്നുള്ളതാണ്. ഇനി ഡിറ്റർമിനൻ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു മെട്രിക്സിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ളൊരു വാല്യൂ ഉണ്ട്, അതായത് ഒരു മൂല്യമുണ്ട്. ആ ഒരു മൂല്യത്തിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഡിറ്റർമിനൻ്റ് എന്ന് പറയുന്നത്. എ ആണ് നമ്മുടെ മെട്രിക്സ് എന്നുണ്ടെങ്കിൽ ഡിറ്റർമിനൻ്റ് ഓഫ് എ നമ്മൾ ഡിറ്റർമിനൻ്റ് ഓഫ് ഇങ്ങനെ എഴുതാം, അല്ലെങ്കിൽ ഡിറ്റർമിനൻ്റ് ഓഫ് എ എന്ന് എഴുതാം, അല്ലെങ്കിൽ നമുക്ക് ഡെൽറ്റ ആയിട്ട് എഴുതാം. ഇങ്ങനെ 3 രീതിയിൽ ഡിറ്റർമിനൻ്റ് ഓഫ് എ നമുക്ക് റെപ്രസെൻ്റ് ചെയ്യാനായിട്ട് പറ്റും. നമുക്കൊരു 2x2 മെട്രിക്സിൻ്റെ ഡിറ്റർമിനൻ്റ് എങ്ങനെ കണ്ടുപിടിക്കാൻ നോക്കാം. എ ഈസ് ഈക്വൽ ടു മെട്രിക്സ് 2 4 -3 2 ആണെന്നിരിക്കട്ടെ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഡിറ്റർമിനൻ്റ് ഈസ് ഈക്വൽ ടു എന്തായിരിക്കും? 2 × 2 2 × 2 -3 × 4 -3 × 4 that is equal to 2 × 2 4 minus into minus എന്താവും? പ്ലസ് ആവും. 3 × 4 is equal to 12 12 plus 4 is equal to 16. അതായത് ഒരു 2x2 മെട്രിക്സിൻ്റെ ഡിറ്റർമിനൻ്റ് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? നമ്മൾ ഡയഗണൽ എലമെൻസിൻ്റെ പ്രോഡക്റ്റ് എന്ത് ചെയ്താൽ മതി? സബ്ട്രാക്ട് ചെയ്താൽ മതി. അങ്ങനെയാണ് നമ്മൾ 2x2 കണ്ടുപിടിക്കുന്നത്. ഇനി നമുക്കൊരു 3x3 മെട്രിക്സിൻ്റെ ഡിറ്റർമിനൻ്റ് എങ്ങനെ കണ്ടുപിടിക്കാമെന്ന് നോക്കാം. 3x3 മെട്രിക്സിൻ്റെ ഡിറ്റർമിനൻ്റ് കണ്ടുപിടിക്കാൻ നമുക്ക് എല്ലാ റോ കൊണ്ടും ഡിറ്റർമിനൻ്റ് കണ്ടുപിടിക്കാൻ പറ്റും, എല്ലാ കോളം കൊണ്ടും ഡിറ്റർമിനൻ്റ് കണ്ടുപിടിക്കാനായിട്ട് പറ്റും. നമ്മൾ നോക്കാൻ പോകുന്നത് ഫസ്റ്റ് റോ കൊണ്ട് എങ്ങനെ ഡിറ്റർമിനൻ്റ് കണ്ടുപിടിക്കാം എന്നുള്ളതാണ്. നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. എ ഈസ് ഈക്വൽ ടു മെട്രിക്സ് 2 3 5 -2 4 -1 6 5 -3. ഇതിൻ്റെ ഡിറ്റർമിനൻ്റ് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നതെന്ന് നോക്കാം. ഡിറ്റർമിനൻ്റ് എ ഈസ് ഈക്വൽ ടു, ഇത് A11 ആണ്, ഇത് A12 ആണ്, ഇത് A13 ആണ്. കുഴപ്പമില്ലല്ലോ. അപ്പോൾ A11 എന്ന് പറയുമ്പോൾ -1 raised to 1 + 1 -1 raised to 1 + 1 into 2 A11 എന്ന് പറയുന്ന എലമെൻറ്റ്. ഇനി A11 എന്നുള്ള എലമെൻറ്റ് ഉള്ള റോയും കോളവും ഡിലീറ്റ് ചെയ്തിട്ട് ബാക്കി വരുന്ന എലമെൻസിൻ്റെ ഡിറ്റർമിനൻ്റ്, ദാറ്റ് ഈസ് 4 -1 5 -3 പ്ലസ് A12 വരുമ്പോൾ -1 raised to 1 + 2 into 3 into ഡിറ്റർമിനൻ്റ് 3 ഉള്ള റോയും കോളവും ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ -2 -1 6 -3 again plus -1 raised to 1 + 3 ആണ്. A13 1 + 3 ആണ്. 1 + 3 into 5 ഉള്ള റോയും കോളവും ഡിലീറ്റ് ചെയ്ത് കളഞ്ഞാൽ -2 -4 6 5 to -1 raised to 1 + 2 -1 raised to 2, that is -1 raised to ഈവൻ നമ്പർ എന്താണ്? പ്ലസ് വരും. that is -1 raised to 2 is equal to 1. അപ്പോൾ എന്താവും? ആ വാല്യൂ പ്ലസ് ആവും. therefore 2 into ഇതിൻ്റെ ഡിറ്റർമിനൻ്റ് കണ്ടുപിടിച്ചേ. 2 into 4 into -3 -12 minus 5 into -1 -5. again ഇവിടെ പ്ലസ് -1 raised to ഓഡ് നമ്പർ -1 raised to 3 ആണ്. -1 raised to ഓഡ് എന്ത് വരും? മൈനസ് വരും. ആ പ്ലസ് മൈനസോട് ചേർത്ത് ഇവിടെ എന്താവും? മൈനസ് വരും. -3 into -2 into -3 plus 6 -6 into -1 -6. again -1 raised to 3 plus 1 4 വരും. 3 + 1 4 ഈവൻ ആണ്. സോ -1 raised to ഈവൻ നമ്പർ എന്ത് വരും? പ്ലസ് വരും. 5 into -2 into 5 -10 -6 into -4 -24.
നമ്മളെപ്പോഴും പ്ലസ് ഫസ്റ്റ് റോ കൊണ്ട് ചെയ്യുമ്പോൾ എന്ത് ചെയ്താൽ മതി, ആദ്യത്തേത് പ്ലസ് ദെൻ മൈനസ് പിന്നെ പ്ലസ്, ഒന്ന് ഇടവിട്ട് പ്ലസ് മൈനസ് വിട്ടാൽ മതി. സെക്കൻഡ് റോ തേർഡ് റോ ചെയ്യുമ്പോഴാണ് എന്ത് ചെയ്യുന്നത്, ചേഞ്ചസ് വരുന്നത്. 2 ഇൻറ്റു -12 പ്ലസ് 5 -3 ഇൻറ്റു 6 പ്ലസ് 6 പ്ലസ് 5 ഇൻറ്റു -10 പ്ലസ് 24 ഇൻറ്റു -12 പ്ലസ് 5 -7 -3 ഇൻറ്റു 6 plus 6 12 plus 5 into 24 minus 10 14. That is equal to 2 into -7 minus 40 minus 3 into 12 minus 36 plus 5 into 14 70. 14 minus 36 is equal to minus 50 plus 70. That is last answer is equal to minus 50 plus 70 is equal to 20. അപ്പോൾ determinant of A is equal to 20. ഇതുപോലെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സെക്കൻഡ് റോ കൊണ്ടും തേർഡ് റോ കൊണ്ടും ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഫസ്റ്റ് കോളം സെക്കൻഡ് കോളം തേർഡ് കോളം കൊണ്ടും എന്ത് ചെയ്യാനായിട്ട് പറ്റും, ഡിറ്റർമിനൻ്റിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാനായിട്ട് പറ്റും.